അന്നം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ദൈവം നമുക്ക് അന്നന്ന് വേണ്ടി തരുന്ന അന്നത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും അധ്വാനിക്കുന്നത്. പലപ്പോഴും നമ്മുടെ കിച്ചണിൽ പലപ്പോഴും ഭക്ഷണം നമ്മൾ വേസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡ് വേസ്റ്റ് ചെയ്യാതിരിക്കാനും ബാക്കി വരുന്ന ഫുഡ് നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാം എന്നൊക്കെയുള്ള കൊച്ചു ടിപ്പൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ദാ ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അടുക്കളയിൽ നിന്നും എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു 5 ടിപ്പ് പറഞ്ഞിരുന്നു. ഇത് 6മത്തെയാണ്. നമ്മൾ ക്യാരറ്റ് ജ്യൂസൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ ക്യാരറ്റ് ജ്യൂസ് അടിച്ചു കഴിയുമ്പോൾ അങ്ങനെ അരിക്കാണ്ട് കുടിക്കാൻ ആർക്കും അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല. എല്ലാവരും അരിച്ചിട്ട് തന്നെയായിരിക്കും കുടിക്കുക. അരിച്ചു കഴിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ജ്യൂസിൽ മധുരം ചേർത്ത് നമ്മളെല്ലാവരും കഴിക്കും അല്ലേ. ഒത്തിരി ബെനിഫിറ്റുള്ള സംഗതിയാണ് ക്യാരറ്റിൻ്റെ ജ്യൂസ്. മധുരം ചേർക്കാതെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അങ്ങനെ നമ്മൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ക്യാരറ്റിൻ്റെ പൾപ്പ് ഒരു വേസ്റ്റ് നമുക്കുണ്ടാവും. നമ്മളത് വേസ്റ്റായിട്ട് തന്നെ നമ്മൾ കളയും. നമ്മൾ ഈ വേസ്റ്റായിട്ട് കളയുന്ന ക്യാരറ്റിൻ്റെ പൾപ്പ് എത്രത്തോളം ഗുണങ്ങളുള്ളതാണെന്ന് അറിയാമോ? നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ക്യാരറ്റിൻ്റെ പൾപ്പ് കൊണ്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? ഉപ്പുമാവ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ റവ കൊണ്ടിട്ട് തന്നെയാണ് ഉപ്പുമാവ് ഇവിടെ ഉണ്ടാക്കുന്നത്. കടുക് പൊട്ടിച്ച് പച്ചമുളക്, സവാള, ഇഞ്ചി, വേപ്പില എല്ലാം ഇട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത്, ഞാനിവിടെ എപ്പോഴും കപ്പലണ്ടി ചേർക്കും കേട്ടോ. തേങ്ങാപ്പീരയൊക്കെ ഇട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതിലേക്ക് വറുത്ത റവ ചേർത്ത് കൊടുക്കുക. റവ ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമല്ലോ. മിക്സ് ചെയ്ത് ഒരു മീഡിയം വേവ് ആകുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് ഈ അരിച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റിന്റെ പൾപ്പ് ഇട്ട് കൊടുക്കുക. നല്ല ഫൈനായിട്ട് അരഞ്ഞതുകൊണ്ട് ഒരു കടി കഴിക്കുമ്പോൾ നമുക്കൊന്നും കടിക്കാനോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നല്ല ഭംഗിയുള്ള കളറിൽ നമ്മുടെ ഉപ്പുമാവ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് റെഡിയായി കിട്ടും. അപ്പം നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ സംഗതി എത്രത്തോളം ഗുണമുള്ളതാണ്. ഫൈബറും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ കളയുന്ന ക്യാരറ്റിന്റെ പൾപ്പ്. 7മത്തെ ഒരു സൂത്രപ്പണിയാണ്, നമ്മൾ എല്ലാവരുടെ വീട്ടിൽ ബ്രെഡ് മേടിക്കും അല്ലേ. ബ്രെഡ് നമ്മൾ അധികം ആൾക്കാരുള്ള വീടാകുമ്പോൾ എല്ലാം തീരും. പക്ഷെ ബാക്കിയുള്ളത് കുറച്ച് ആൾക്കാരുള്ള വീടുകളിൽ എന്തായാലും ഇതേപോലെ ഒരു 4ഓ 5ഓ ബ്രെഡിന്റെ പീസ് ബാക്കി വരും. നമ്മളപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ തണുത്തതായതുകൊണ്ട് കഴിക്കാൻ മടിക്കും, അല്ലെങ്കിൽ ആവി വെച്ച് കഴിക്കുമ്പോൾ അത് അങ്ങോട്ട് ഉതിർന്നു പോകും. അതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഈ ബ്രെഡ് ഇങ്ങനെ പിച്ചി പിച്ചി കഷ്ണങ്ങളാക്കിയ ശേഷം ഒരു സോസ് പാനിലോ ഫ്രൈയിങ് പാനിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. വലുതായിട്ട് അങ്ങ് കരിച്ചൊന്നും കളയണ്ട. പയ്യെ ഒന്നേരം തണുപ്പൊന്ന് മാറ്റിയെടുക്കുക. മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇത് പലർക്കും അറിയാവുന്നതാണ്. നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി എടുക്കുകയാണ്. ഈ ബ്രെഡ് ക്രംസ് നമ്മൾ എന്തെങ്കിലും വീട്ടിൽ നമ്മൾ വറുത്തൊക്കെ എടുക്കുമ്പോൾ, ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിങ്ങനെ കോട്ട് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. നമ്മൾ ഈ പൊടിച്ചെടുക്കുന്ന സംഗതി നമുക്ക് ഒരു ടിന്നിലാക്കി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം. ഇവിടെ കട്ട്ലേറ്റ് ഉണ്ടാക്കി നമ്മളിതാ അതേപോലെ ഇങ്ങനെ കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. കട്ട്ലേറ്റിന് മാത്രമല്ല കേട്ടോ, നമ്മൾ മീറ്റ് റോളൊക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്കിത് യൂസ് ചെയ്യാം. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. 8മത്തെ ടിപ്പാണ്, നമുക്ക് ബാക്കി വരുന്ന ചപ്പാത്തി, പുട്ടുണ്ടാക്കുമ്പോൾ പുട്ട് ബാക്കി വരും, ഇഡ്ഡലി ഉണ്ടാകുമ്പോൾ ഇഡ്ഡലി ബാക്കി വരും, എപ്പോഴും 1ഓ 2ഓ നമുക്ക് ബാക്കി വരും. ഇവിടെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മിക്കപ്പോഴും ബാക്കി വരുന്നൊരു സാധനമാണ്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അത് കറണ്ട് പോകുമ്പോൾ വീശാൻ പാകത്തിന് കട്ടിയുള്ളതായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ബാക്കി വരുന്ന നമ്മുടെ ചപ്പാത്തി ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുത്ത് ഇങ്ങനെ നീളത്തില് മുറിച്ചെടുക്കാം. ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് നമ്മൾ ഇതുകൊണ്ടൊരു നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാം. നമ്മൾ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ക്യാരറ്റും ബീൻസും മുട്ടയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക, വേവിച്ചെടുക്കുക. അതിലേക്ക് നമ്മുടെ ബാക്കി വരുന്ന മുറിച്ച് വെച്ചിട്ടുള്ള ഈ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുള്ള ഈ ചപ്പാത്തി ഇട്ട് കൊടുക്കുക. മാഗിയുടെ മസാല ഉണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ വളരെ കുറച്ച് ഗരം മസാല ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ശരിക്കുള്ള നൂഡിൽസൊക്കെ തോറ്റുപോകും. കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ചൂടോടെ സർവ് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾ, ചപ്പാത്തി കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇത് കഴിക്കും. 9മത്തെ ഐഡിയ ആണ്, നമുക്ക് എപ്പോഴും കോളിഫ്ലവർ മേടിക്കുമ്പോൾ നമ്മൾ ബജ്ജി ഉണ്ടാക്കാൻ മാത്രമേ ആ സ്റ്റെമ്മോട് കൂടി എടുക്കുള്ളൂ. അല്ലാണ്ട് മെഴുക്ക് പുരട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളത് കളയും. കടിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കളയുന്നവരുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നോ, നമ്മൾ കോളിഫ്ലവർ എങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത്, മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ടല്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെമ്മും നന്നായിട്ട് മഞ്ഞപ്പൊടി ഇട്ട ചെറു ചൂടുവെള്ളത്തിൽ ഇട്ടെടുക്കുക. ചെറുതായി അരിഞ്ഞ ശേഷം നമ്മളിവിടെ പുലാവ് ഉണ്ടാക്കുകയാണ്, വെജിറ്റബിൾ പുലാവ്.
അതിലേക്ക് അതിലിടുന്ന പച്ചക്കറികളുടെ കൂടെ തന്നെ ഇട്ട് ഒരു 5 മിനിറ്റ് വേവിക്കുക. സാധാരണ നമ്മൾ പുലാവ് റൈസ് ഇടുന്ന പോലെ ഇടുക. വളരെ പെട്ടെന്ന് ചൂടെത്തി കഴിയുമ്പോൾ പച്ചക്കറി വേവുന്ന പോലെ, അതായത് ബീൻസും ക്യാരറ്റും ഒക്കെ വേകുന്ന പോലെ തന്നെ നമ്മുടെ ഈ കോളിഫ്ലവറിൻ്റെ സ്റ്റെമ്മും നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ ബാക്കി വരുന്ന കോളിഫ്ലവറിൻ്റെ സ്റ്റെമ്മോ അതുപോലെ തന്നെ ബ്രൊക്കോളിയുടെ സ്റ്റെംസൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട, ഇതേപോലെ ഉണ്ടാക്കുക, യൂസ് ചെയ്യാം കേട്ടോ. 10th ടിപ്പാണ്, നമുക്കൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പുട്ടിനും ഉപ്പുമാവിനും ഒക്കെ നമ്മൾ പഴം ഉപയോഗിക്കും അല്ലേ, വെറുതെ കഴിക്കാനും ഒത്തിരി നല്ലതാണ്. നമ്മൾ പഴം കഴിച്ചിട്ട് അതിൻ്റെ തൊലി നമ്മൾ കളയും. അപ്പോൾ അങ്ങനെ കളയുന്ന തൊലികൾ ഒരു 2 ദിവസം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് അരിഞ്ഞെടുക്കാം. ഇവിടെ ഞാൻ അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ ഞാൻ അരിഞ്ഞു എന്ന് മാത്രം. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടിന്നിൽ നമുക്കിതിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അടച്ച് ഒരു 4-5 ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടികൾക്ക് ഒഴിക്കാവുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ കിട്ടും. ഇത് ഡയറക്റ്റ് ചെടികൾക്ക് ഒഴിക്കരുത്, 2 ഇരട്ടി വെള്ളം ചേർത്ത ശേഷം വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പഴത്തൊലി പോലും കളയണ്ട, നമുക്ക് അത് വെച്ചിട്ട് നല്ല സൂപ്പർ ഫെർട്ടിലൈസർ ഉണ്ടാക്കാം. അപ്പോൾ ഈ ടിപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.